ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് 2024 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള പാലും പഴവും എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ ഈ അടുത്ത OTT റിലീസായി. ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ ഒരു സിനിമ കാണാതിരുന്നത്. കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചിരിക്കാം എന്നുള്ള രീതിക്ക് കണ്ടൊരു സിനിമയാണ് പാലും പഴവും. നമ്മുടെ അശ്വിൻ ജോസ് ആണ് ഈ പുതുമുഖ നായകന്മാരിൽ ഒരാളാണ് അശ്വിൻ ജോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീര ജാസ്മിന്റെ കംബാക്കുകളിൽ പെട്ട ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സോ ബാക്കി നമ്മുടെ മിഥുനൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ബാക്കി കുറെ ആൾക്കാരുണ്ട്, പേരറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. നമ്മുടെ ചൂരലിനകത്തുള്ള ചങ്ങായിയൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് അകത്ത്. കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടറുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ നീട്ടി വലിച്ച് പറയേണ്ട അവസ്ഥയൊന്നുമില്ല. ലോജിക്കൊന്നും നോക്കാതെ ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കുഞ്ഞ് 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 മലയാളം സിനിമ അങ്ങനെ കണ്ട് അങ്ങനെ വിചാരിച്ച് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ പർപ്പസ് നടന്നു. അതായത് ഇതിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. അങ്ങനെ കുറച്ച് സിറ്റുവേഷനലി കുറച്ച് കോമഡിയും കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005, 2008 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ 2010 കാലഘട്ടങ്ങളിലൊക്കെയാണ് തോന്നുന്നത് ഫേസ്ബുക്കൊക്കെ വരുന്നതൊക്കെ. ആ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് നമ്മുടെ മെയിൻ സംഭവങ്ങൾ, അതായത് നമ്മളുടെ റിയാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് വേറൊരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുക. അതായത് നമ്മളുടെ പേരൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളുടെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വേറൊരു സംഭവമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് ഉള്ള കുറേ പരിപാടികളൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ വന്ന് ചേരുന്ന രണ്ടാൾക്കാർക്കിടയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു കോർ തീം എന്ന് പറയുന്നത് ചെക്കന് വയസ്സ് കുറവും പെണ്ണിന് വയസ്സ് കൂടുതലുമാണ്. അങ്ങനെ തമ്മിലുള്ള അങ്ങനത്തെ രണ്ടാൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ 10 വയസ്സിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചാടിപ്പോയി കല്യാണം കഴിക്കുക എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. എനിക്കറിയില്ല. ചിലപ്പോൾ സെയിം ഏജിലുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചെന്ന് വരും. പക്ഷെ ഇത് അറിഞ്ഞിട്ടും പെട്ടെന്ന് ഇവർ കല്യാണം കഴിക്കുക, അതായത് ഇവർ നേരിട്ട് കാണുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഇവർ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമോ ശരിക്കും ജീവിതത്തിൽ എന്നറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും കണക്കാക്കണ്ട, ഇതൊരു സിനിമയാണ്, അങ്ങനെ കണക്കായി കണ്ടാൽ മതി. അത്തരത്തിൽ അശ്വിൻ ജോസിൻ്റെ ഒരു ക്യാരക്ടർ സുനിൽ സുമ അങ്ങനെ എന്തോ ആണ്, രണ്ടുപേരുടെ സൂ എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന പേരാണ്. ഈ ചെങ്ങായിയുടെ, അതായത് നമ്മുടെ നായകന്റെ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ മീര ജാസ്മിന്റെ വീട്ടിലെ കാര്യങ്ങൾ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി മൈൻഡിൽ നിന്നിട്ടുള്ള ക്യാരക്ടർ മീര ജാസ്മിന്റെ ക്യാരക്ടറാണ്. കാരണം അത്രയധികം പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അന്തകാലത്തൊക്കെ അങ്ങനെയാണല്ലോ, 2000-കളിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അവരെ വീട്ടിലെ അച്ഛനെ അമ്മേനെയൊക്കെ നോക്കി ഇരുത്തിയ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമായിരുന്നു. സോ അത്തരത്തിൽ മീര ജാസ്മിൻ അങ്ങനെ ഇരിക്കേണ്ടി വരുന്നതും അവർ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതായത് പുതിയ കാലത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അവർ ഔട്ട്ഡേറ്റഡ് ആയി ഒരു തള്ള വൈബ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുന്ന ആ ഒരു പരിപാടിയിൽ അവർ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് ഇവർക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇവരൊരു ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം ഒരു ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ടാവുന്ന കുറച്ച് അപക്വമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നതൊക്കെ. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ കോമഡി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾ അത്യാവശ്യം കൊള്ളാവുന്ന ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങേരുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികമായി ഇങ്ങേരുടെ. എനിക്ക് തോന്നുന്നു നെയ്മറിന് ശേഷം അങ്ങനെ കേട്ടിട്ടില്ല തോന്നുന്നുണ്ട് ഇങ്ങേരുടെ സ്കോറുകൾ. നല്ല രസമുണ്ടായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രകടനങ്ങളാണെങ്കിലും ഇവർ രണ്ടുപേരുടെ അശ്വിൻ ജോസിന്റെ കൂട്ടുകാരായിട്ട് വരുന്നവർ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ടായിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ മീര ജാസ്മിന്റെ കൂടെ ഉള്ളവരുടെ കാര്യമൊന്നും വലിയ രസമൊന്നായിട്ട് തോന്നിയൊന്നുമില്ല. ഇപ്പോൾ ഓഫീസിൽ പോയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയൊന്നുമില്ല. ക്യാരക്ടർ വൈസ് മീര ജാസ്മിന്റെ അടിപൊളി ഒരു ക്യാരക്ടറായിരുന്നു. അത് നിങ്ങൾ കുറേ ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ക്യാരക്ടർ കണ്ടിന്. അശ്വിൻ ജോസിന്റെ ക്യാരക്ടറും ഒരു പരിധി വരെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു മൊമെന്റിലേക്കൊന്നും അങ്ങനെ എടുത്ത് ചാടുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ അവരെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വന്ന് അവർ എങ്ങനെ ഒരു മികച്ചൊരു ഫീൽ ഗുഡ് പരിപാടിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ. വളരെ കൊച്ചു സിനിമയാണ്. അത്യാവശ്യം നല്ല ക്യാമറ വർക്ക് ഉണ്ട്. അതായത് ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട്. അതായത് നല്ല ക്യാമറയുണ്ട്, നല്ല മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വലിയ തരക്കേടില്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട്. കുഴപ്പമില്ല, ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഒരു എന്താ പറയുക, എത്രത്തോളം ആൾക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ചിരിക്കാലോ എന്ന് പറഞ്ഞിട്ട് കണ്ടൊരു സിനിമ ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ് പാലും പഴവും എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ
എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.